ഹലോ മൈ ഫ്രണ്ട്സ്. ഇന്ന് രാത്രി ന്യൂ ഇയർ ആയിട്ട് രാവിലെ എണീച്ച് കാപ്പി കുടിക്കാൻ പോയപ്പോൾ ചായക്കടയിലാണെങ്കിൽ ഒരു തേങ്ങയില്ല. പിന്നെ 2 മാഗി വാങ്ങിച്ചുണ്ടാക്കി തന്ന ഫോൺ നോക്കിയപ്പോൾ സർവമായ ഡെലൂലു. സിനിമ ഒരു രക്ഷയില്ല. നമ്മൾ ഷസാം ബ്രോ പറഞ്ഞ പോലെ അഖിൽ സത്യന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. കൈലഞ്ചിന്റെ പൈസ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിനിമ കണ്ടില്ല. സിനിമ കൊള്ളായിരിക്കും. വീട്ടുകാരെ വിളിക്കാന്ന് വിചാരിച്ച വലിയ കാര്യത്തിൽ ഇന്നാലും ദിലീപിന്റെ അഴിഞ്ഞാട്ട സിനിമ കാണാൻ പോയി. അതിന്റെ കലിപ്പ് ഇതുവരെ മാറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കും പപ്പ പാത്ര പിടിച്ചില്ല. ഇനി അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് സർവമായ കാണാൻ പോകാം. പപ്പ അടിച്ചെന്റെ മോദത്തിന്റെ ഷേപ്പ് അങ്ങ് മാറ്റിക്കളെ. അതുകൊണ്ട് പയ്യെ ശനിയാഴ്ച വീട്ടിൽ പോകുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ പോയപ്പോൾ റോട്ടിൽ കൂടെ കുറെ അമ്മച്ചുമാര് വടിയും കൊണ്ട് നടക്കണം. നോക്കിയപ്പോൾ ക്ഷേത്ര പരിപാടി. പിന്നെ അത് നോക്കി കുറച്ച് നിന്നു. അവിടെയാണെങ്കിൽ ചെണ്ടയടി, രൂപങ്ങൾ, കരകാട്ട, ബാൻഡടി എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഇവരാണ് ആറ്റിങ്ങലിലെ നുണ ടീംസ്. ആരെക്കുറിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചന്തയിൽ നിന്ന് 2 പുളിമുട്ടായി വാങ്ങിച്ചെത്തുന്ന ഹോസ്റ്റലിൽ പോയി. ഇവനാണ് ഗുണ്ടു എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടുമണി. മഹാനാണക്കാരനാ. എന്തൊക്കെ പറഞ്ഞാലും ഗുണ്ടു പാവമാണ്. എന്റെ ഫാൻ ബോയ് ആണ്. എനിക്ക് എന്നെ കൊണ്ട് തന്നെ വയ്യ. ഹോസ്റ്റലെത്തിയപ്പോൾ രാത്രി നമുക്കൊക്കെ എന്തൊരു ന്യൂ ഇയർ. ഹോസ്റ്റലിൽ വിട്ട കോളേജ് വിട്ട ഹോസ്റ്റൽ. അതുകൊണ്ട് ഞാൻ വീട്ടുകാരെത്തിയിട്ട് ന്യൂ ഇയർ ആണ്ട് വീട്ടിൽ വരട്ടാന്ന്. കേൾക്കേണ്ട താമസം. വീട്ടിൽ വന്നിട്ട് നീ എന്തൊരു തേങ്ങ എടുക്കാന്ന് വീട്ടുകാർ. അത് കേട്ടോണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ അടിച്ച്. ഡിപ്രഷൻ മാറ്റി ഞാൻ എനിക്ക് തന്നെ ഹാപ്പി ന്യൂ ഇയർ അങ്ങ് പറഞ്ഞു ഓടി. ഹാപ്പി ന്യൂ ഇയർ. ഒരു മിനിറ്റും കൂടെ. അപ്പോൾ ഓക്കെ ബൈ.